ഹലോ, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ലേണിംഗ് കർവാണ്. ഇതിൽ മെയിനായിട്ടും 4 ടൈപ്സ് ഓഫ് ലേണിംഗ് കർവാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഡിമിനിഷിങ് റിട്ടേൺസ് ലേണിംഗ് കർവ്, സെക്കൻഡ് വൺ ഇൻക്രീസിങ് റിട്ടേൺസ് ലേണിംഗ് കർവ്, തേർഡ് വൺ ഇൻക്രീസിങ് ഡിക്രീസിങ് റിട്ടേൺ ലേണിംഗ് കർവ് ഓർ എസ് കർവ്, ഫോർത്ത് വൺ കോംപ്ലക്സ് ലേണിംഗ് കർവ്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ലേണിംഗ് കർവാണുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഡിമിനിഷിങ് റിട്ടേൺസ് ലേണിംഗ് കർവാണ്. ഇതിൽ പറയുന്നത് എംപ്ലോയീസ് ലേൺ ക്വിക്ലി വെൻ ദേ ബിഗിൻ ബട്ട് ആസ് ടൈംസ് ഗോസ് ഓൺ ദ സ്പീഡ് അറ്റ് വിച്ച് ദേ ലേൺ സ്ലോസ് ഡൗൺ. ഇവിടെ പറയുന്നത് നമ്മുടെ എംപ്ലോയി ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ അയാൾക്ക് കൊടുക്കുന്ന ടാസ്കിനെ കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ ലേണിംഗ് എന്നുള്ളത് സ്പീഡായിരിക്കും. സ്പീഡായിട്ടായിരിക്കും അയാളുടെ ടാസ്കിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. പിന്നീട് പോകുന്നതിനനുസരിച്ച് അയാളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് സ്പീഡ്, അയാളുടെ ആ ടാസ്കിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളത് ആ സ്പീഡ് കുറഞ്ഞു വരും എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത്. എ ഡിമിനിഷിങ് റിട്ടേൺ ലേണിംഗ് കർവ് ഓൾസോ നോൺ ആസ് നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ കർവ്. നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ കർവ് എന്നും ഡിമിനിഷിങ് കർവ് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ സിറ്റുവേഷൻ വെർ ദ റേറ്റ് ഓഫ് ലേണിംഗ് ഓർ ഇമ്പ്രൂവ്മെൻറ്റ് സ്ലോസ് ഡൗൺ ഓവർ ടൈം. ഒരു ടൈം അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് ഇയാളുടെ റേറ്റ് ഓഫ് ലേണിംഗ് ഓർ ഇമ്പ്രൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും. അയാൾക്ക് ആ ഒരു ടാസ്കിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, അയാളുടെ ആ ലേണിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു പോയിന്റ് എത്തുമ്പോൾ ഡൗൺ ആവാൻ തുടങ്ങുന്നുള്ളതാണ് പറഞ്ഞത്. ഇനീഷ്യലി ലേണിംഗ് ഈസ് റാപ്പിഡ്. ഫസ്റ്റ് സ്റ്റേജിൽ അയാളുടെ ലേണിംഗ് ഓൾറെഡി വളരെ സ്പീഡായിട്ടായിരിക്കും ആ ഫസ്റ്റ് സ്റ്റേജിൽ എംപ്ലോയി ലേൺ ചെയ്യുന്നത്. ബട്ട് ദ റേറ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് സ്ലോസ് ഡൗൺ ഓവർ എ ടൈം. അയാളുടെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അയാളുടെ റേറ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്താവും, സ്ലോ ആവാൻ തുടങ്ങും. അതാണ് അതിൽ പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കർവ് ഡിസ്ക്രൈബ്സ് എ സിറ്റുവേഷൻ വെയർ ദ ടാസ്ക് മേ ബി ഈസി ടു ലേൺ ആൻഡ് ദ പ്രോഗ്രഷൻ ഓഫ് ലേണിംഗ് ഈസ് ഇനീഷ്യലി ഫാസ്റ്റ് ആൻഡ് ദെൻ ദ സ്പീഡ് ഓഫ് ലേണിംഗ് ഡിമിനിഷസ്. ഇവിടെ പറയുന്നത് ദ ടൈപ്പ് ഓഫ് കർവ് ഡിസ്ക്രൈബ്സ് എ സിറ്റുവേഷൻ വെയർ ദ ടാസ്ക് മേ ബി ഈസി ടു ലേൺ. ഫസ്റ്റത്തെ ടൈമിൽ ആ എംപ്ലോയിക്ക് ആ ടാസ്ക് എന്ന് പറയുന്നതായിരിക്കും ഈസി ടു ലേൺ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ എംപ്ലോയിക്ക് ആ ടാസ്ക് ഈസി ടു ലേൺ ആയിരിക്കും. ആൻഡ് ദ പ്രോഗ്രഷൻ ഓഫ് ലേണിംഗ് ഇനീഷ്യലി ഫാസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്തായിരിക്കും, അയാൾക്ക് ആ ടാസ്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഈസി ടു ലേൺ ആണെങ്കിൽ അയാളുടെ പ്രോഗ്രഷൻ ഓഫ് ലേണിങ്ങും അവിടെ ഫാസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ അയാളുടെ ലേണിങ്ങും അയാളുടെ പ്രോഗ്രഷനും സ്പീഡായിരിക്കും. ആൻഡ് ദെൻ സ്പീഡ് ഓഫ് ലേണിംഗ് ഡിമിനിഷസ്. പിന്നീട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അയാളുടെ സ്പീഡ് എന്താവും, കുറഞ്ഞു വരും. അത് തന്നെയാണ് നമ്മുടെ ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. അതിൽ ഇത് നമ്മുടെ പെർഫോമൻസും ഇവിടെ നമ്മുടെ ടൈമാണ് പറയുന്നതെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ അയാളുടെ പെർഫോമൻസ് കുറഞ്ഞ ടൈമിൽ നല്ല ഹൈ ആയിട്ടായിരിക്കും വരുന്നത്. അവിടെ കുറച്ച് ടൈം മതിയായിരിക്കും, പക്ഷെ നല്ല ഹൈ ആയിട്ടായിരിക്കും വരിക. പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അയാളുടെ പെർഫോമൻസിലെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എന്താവും, അത് റെഡ്യൂസ് ആയിട്ട് വരാൻ തുടങ്ങും. ഈ ഒരു പോയിന്റിൽ നിന്ന് അയാളുടെ പെർഫോമൻസിലെ ഇമ്പ്രൂവ്മെൻറ്റ് കുറഞ്ഞു വരികയാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഡിമിനിഷിങ് റിട്ടേൺസ് ലേണിംഗ് കർവ്. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ അയാളുടെ ലേണിങ് ഹൈ ആയിട്ടായിരിക്കും അയാളുടെ പെർഫോമൻസ് വരുന്നത്. പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അയാളുടെ ആ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ആ ടാസ്ക് ചെയ്യാനുള്ള സ്കില്ല് അല്ലെങ്കിൽ പ്രോഗ്രഷന് എന്താവും, കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അയാളുടെ ആ ഫസ്റ്റായിട്ട് അയാൾ അതിനെ സ്പീഡായിട്ട് അതിനെ അപ്രോച്ച് ചെയ്തെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ ആ സ്പീഡ് എന്താവും, കുറഞ്ഞു വരും. അതാണ് ഡിമിനിഷിങ് റിട്ടേൺ ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ അയാളുടെ ലേണിങ് റാപ്പിഡായിരിക്കും. പിന്നീട് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് അയാളുടെ ആ ഇമ്പ്രൂവ്മെൻറ്റ്, ആ ഒരു ലേണിങ്ങിൻ്റെ സ്പീഡ് എന്താവും, കുറഞ്ഞു വരുന്നുള്ളതാണ് ഡിമിനിഷിങ് റിട്ടേൺസ് ലേണിംഗ് കർവിൽ പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് ലേണിംഗ് കർവാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ലേണിംഗ് കർവ്. ഹിയർ ലേണേഴ്സ് പ്രോഗ്രസ് സ്റ്റാർട്ട് സ്ലോലി. ഫസ്റ്റ് ടൈമിൽ അയാൾ ആ ഒരു ടാസ്കിനെ അപ്രോച്ച് ചെയ്യുന്നത് സ്ലോ ആയിട്ടായിരിക്കും. അവിടെ അയാളുടെ പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. ആസ് എ വർക്കേഴ്സ് ബിക്കം മോർ ഫെമിലിയർ വിത്ത് ദ ടാസ്ക് ദെയർ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഇംപ്രൂവ്. ആ ഒരു വർക്കിനോട് മോർ ഫെമിലിയർ ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്പീഡും എഫിഷ്യൻസി എന്താവും, ഇംപ്രൂവ് ആവും. അതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് അയാൾ ആ ടാസ്കിനെ അപ്രോച്ച് ചെയ്യുന്നത് സ്ലോ ആയിട്ടായിരിക്കും. അവിടെ അയാളുടെ പ്രോഗ്രസ്സും വളരെ സ്ലോ ആയിരിക്കും. ആ വർക്ക് അയാൾക്ക് കൂടുതൽ ഫെമിലിയർ ആകുമ്പോൾ, ആ വർക്കുകൾ കൂടുതൽ പരിചിതമാകുമ്പോൾ അയാളുടെ സ്പീഡും
എഫിഷ്യൻസിയും അവിടെ ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. ദ റേറ്റ് ഓഫ് പ്രോഗ്രഷൻ ഈസ് സ്ലോ അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദെൻ റൈസ് ഓവർ ടൈം അണ്ടിൽ ഫുൾ പ്രൊഫിഷ്യൻസി ഈസ് ഒബ്റ്റൈൻഡ്. അയാൾ ഫസ്റ്റ് ടൈമിൽ അയാളുടെ വർക്കിനോടുള്ള പ്രോഗ്രഷൻ സ്ലോ ആയിരിക്കും, പിന്നീട് അയാളുടെ അത് ഇൻക്രീസ് ആയിട്ട് വരും. ആ വർക്കിനോടുള്ള എഫിഷ്യൻസി ഇൻക്രീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ നമ്മുടെ ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. ഇവിടെ പെർഫോമൻസ്, ഇവിടെ ടൈം. ഫസ്റ്റ് ടൈമിൽ അയാൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം വേണ്ടി വരികയാണ്. കൂടുതൽ അയാൾ ആ വർക്കിനോട് ഫെമിലിയർ ആയിട്ട് വരുമ്പോൾ അയാൾ കുറഞ്ഞ ടൈമിൽ അയാളുടെ പെർഫോമൻസ് ഹൈ ആവുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ലേണിംഗ് കർവ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ലേണിംഗ് കർവാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് റിട്ടേൺ ലേണിംഗ് കർവ്. ഇത് ഇൻക്രീസിങ് റിട്ടേൺ ലേണിംഗ് കർവിൻ്റെയും ഡിക്രീസിങ് റിട്ടേൺ ലേണിംഗ് കർവിൻ്റെയും മിക്സ് ആണെന്ന് പറയാം. ദിസ് കർവ് സ്റ്റാർട്ട് വിത്ത് സ്ലോ പ്രോഗ്രസ് ദെൻ സ്പീഡ് അപ്പ് ആൻഡ് ദെൻ ലെവൽസ് ഓഫ്. ആദ്യം എന്താവും, സ്ലോ ആയിട്ടായിരിക്കും പ്രോഗ്രസ് വരുന്നത്. പിന്നെ അയാളുടെ പ്രോഗ്രസ് ഹൈ ആവും. പിന്നെ എന്താവും, പിന്നീട് ആ പ്രോഗ്രസ് കുറഞ്ഞു വരും. അതാണ് ഇവിടെ പറയുന്നത്. അറ്റ് ഫസ്റ്റ് there are big gains in performance, but after a certain point improvement slows down. ഒരു certain point വരെ അല്ല, ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ അയാൾ എന്തായിരിക്കും, വളരെ സ്ലോ ആയിട്ടായിരിക്കും പെർഫോമൻസ് ചെയ്യുന്നത്. ആൻഡ് അയാൾ പതുക്കെ ആ വർക്ക് ഫെമിലിയർ ആയി വരുമ്പോൾ അയാളുടെ പെർഫോമൻസിൻ്റെ സ്പീഡ് എന്താവും, കൂടും. ദെൻ ഒരു certain പോയിന്റിൽ എത്തുമ്പോൾ, അതായത് ഇവിടെ എത്തുമ്പോൾ അയാളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്താവും, ഇവിടെ എത്തുന്ന സമയത്ത് അയാളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്താവും, കുറഞ്ഞിങ്ങനെ വരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെന്താവും എസ് കർവ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കർവ് ഓഫൻ ഹാപ്പൻസ് ഇൻ കോംപ്ലക്സ് ടാസ്ക്. കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് വരുമ്പോഴാണ് ഇതുപോലെയുള്ളൊരു കർവ് രൂപപ്പെടുന്നത്. വെർ ഏർലി ലേണിംഗ് ഈസ് ഫാസ്റ്റ് ബട്ട് ലേറ്റർ സ്റ്റേജസ് ആർ ഹാർഡർ. ഫസ്റ്റത്തെ സ്റ്റേജിൽ ആ ടാസ്ക് ഇങ്ങനെ ആയിരിക്കും, ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അയാൾ അത്യാവശ്യം നന്നായിട്ട് ആ വർക്കിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ വർക്ക് ഹാർഡാണെന്ന് അറിയുമ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദിസ് കേസ് ലേണിംഗ് കർവ് ലുക്സ് ലൈക്ക് ലെറ്റർ എസ്. ഇത് കണ്ടോ, ഒരു എസ് ഷേപ്പിലായിരിക്കും ഈ ലേണിംഗ് കർവ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾസോ കോൾഡ് എസ് കർവ്. നെക്സ്റ്റ് ലേണിംഗ് കർവാണ് കോംപ്ലക്സ് ലേണിംഗ് കർവ്. ദ കോംപ്ലക്സ് ലേണിംഗ് കർവിലേക്ക് ഡീറ്റെയിൽഡ് മാപ്പ്. ഇതൊരു ഡീറ്റെയിൽഡ് മാപ്പിനെ പോലെ ആയിരിക്കും ഉണ്ടാവുക. The graph shows how learners go through various stages. വേരിയസ് സ്റ്റേജസിൽ ഒരു ലേണർ അല്ലെങ്കിൽ ഒരു എംപ്ലോയി എങ്ങനെയായിരിക്കും അയാളുടെ ആക്ടിവിറ്റീസ് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അയാളുടെ ബിഗിനർ ടു എക്സ്പേർട്ട് ലെവലാണ് ഇവിടെ കാണിക്കുക. ഒരു ബിഗിനർ ലെവലിൽ നിന്ന് ഒരു എക്സ്പേർട്ട് ലെവലിലേക്ക് അയാൾ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതാണ് കോംപ്ലക്സ് ലേണിംഗ് കർവിൽ കാണിക്കുന്നത്. ദ ബിഗിനിങ് ഓഫ് ദ കർവ് ഇൻഡിക്കേറ്റ്സ് ദ ലേണിംഗ് ഈസ് ഇനീഷ്യലി സ്ലോ. ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത് എന്താണ്, അയാളുടെ ലേണിംഗ് ഇനീഷ്യലി സ്ലോ ആയിരിക്കും, പതുക്കെ ആയിരിക്കും അയാൾ ലേൺ ചെയ്യുന്നത്. ദ സെക്കൻഡ് സ്റ്റേജിൽ ഇവിടെ അതാണ് പറയുന്നത്, ഇൻഡിക്കേറ്റ്സ് ലേണിംഗ് ഇനീഷ്യലി സ്ലോ. ഫസ്റ്റ് സ്റ്റേജിൽ സ്ലോ ആണ്. സെക്കൻഡ് സ്റ്റേജിൽ ഇറ്റ് ഷോസ് ആൻ ഇൻക്രീസ്. സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ ആ ലേണർക്ക് അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് ആ ടാസ്ക് ഫെമിലിയർ ആയിട്ട് വരുമ്പോൾ അയാളുടെ ആ കപ്പാസിറ്റി എന്നുള്ളത് ഇൻക്രീസ് ആവുന്നതാണ് സെക്കൻഡ് സ്റ്റേജിൽ കാണിക്കുന്നത്. ഇവിടെ ദ ലേണർ ഈസ് ബിക്കമിങ് പ്രൊഫിഷ്യൻറ്റ് ഇൻ ദ സ്കിൽ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ലേണർ ആ ഒരു ടാസ്കിൽ അല്ലെങ്കിൽ അയാളുടെ ആ ടാസ്കിൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് കൂടുതലും ഇമ്പ്രൂവ് ആയിട്ട് വരികയാണ്, അയാൾ കൂടുതൽ അതിനോട് ഫെമിലിയർ ആയിട്ട് വരിക എന്നുള്ളതാണ്. തേർഡ് സ്റ്റേജിൽ പറയുന്നത് ദ ലേണർ ലെവൽ ഈസ് ലെവലിംഗ് ഓഫ് ഇൻ പ്രൊഫിഷ്യൻസി വൺസ് ദ ലേണർ ഫീൽസ് ഹി ഹാസ് മാസ്റ്റേഡ്. ആ ഒരു പോയിന്റിൽ തേർഡ് സ്റ്റേജിൽ പറയുന്നത് ലേണർ ഒരു പോയിന്റ് എത്തുമ്പോൾ അയാളുടെ ലെവൽ ഓഫ് ആ ഒരു സ്കില്ല് ഹൈ ആയി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമത്തിൽ എത്തി എന്നുള്ളത് അയാൾക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ അയാൾക്ക് അത് ഫീൽ ചെയ്യുക, ഹി ഹാസ് മാസ്റ്റേഡ് ദ സ്കിൽ. അയാൾ ആ സ്കില്ലിൽ മാസ്റ്റർ ആയിട്ടുണ്ട്, അയാൾ ആ സ്കില്ലിൻ്റെ ഏറ്റവും മാക്സിമം പോയിന്റിൽ അയാൾ എത്തിയുന്നുണ്ട് എന്നുള്ളതാണ് തേർഡ് സ്റ്റേജിൽ അയാൾക്ക് ഫീൽ ചെയ്യുക. ഫോർത്ത് സ്റ്റേജ് വരുമ്പോൾ ദ കർവ് റെപ്രസെൻറ്റ് ദാറ്റ് ദ ലേണേഴ്സ് ആക്ച്വലി സ്റ്റിൽ ഇംപ്രൂവിങ് ദ സ്കിൽ. ഫോർത്ത് സ്റ്റേജിൽ അയാൾ സ്റ്റിൽ ഇംപ്രൂവിങ് ദ സ്കില്ലായിരിക്കും. ആ ലേണർ അല്ലെങ്കിൽ ആ എംപ്ലോയി ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു വർക്കിൽ അയാൾ തേർഡ് സ്റ്റേജിൽ ഓൾറെഡി അയാൾ എന്താവും, അയാളുടെ സ്കില്ലിൻ്റെ മാക്സിമം പോയിന്റിൽ എത്തി അയാൾക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഫോർത്ത് സ്റ്റേജ് ആകുമ്പോൾ അയാൾ വീണ്ടും ആ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് കർവ് റെപ്രസെൻറ്റ്
ദ പോയിന്റ് അറ്റ് വിച്ച് ദ സ്കിൽ ബിക്കംസ് ഓട്ടോമാറ്റിക്. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്കിൽ അയാൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജിൽ അയാൾ സ്ലോ ആയിട്ട് ലേൺ ചെയ്യും. സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ അയാൾ കുറച്ച് അയാളത് ഇമ്പ്രൂവ് ആവും. തേർഡ് സ്റ്റേജ് എത്തുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യും. ഇവിടെ എത്തുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യും അയാൾ ആ സ്കില്ല് മാസ്റ്റർ ആയിട്ടുണ്ടാവും എന്നുള്ളത്. അയാളുടെ ലെവൽ മാക്സിമം എത്തിയിട്ടുണ്ടാവുന്നു. ഈ ഫോർത്ത് സ്റ്റേജ് ആകുമ്പോൾ അയാൾ ഇവിടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദെൻ ദ ഫിഫ്ത്ത് സ്റ്റേജ് എത്തുമ്പോഴേക്കും അയാൾ ഓൾറെഡി ആ സ്കില്ല് ഓട്ടോമാറ്റിക് അയാൾക്ക് ആ സ്കില്ല് ആ ഏരിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീണ്ടും ആ ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ അയാൾ വളരെ സ്കിൽഡ് ആയിട്ട് ആ ആക്ടിവിറ്റി ചെയ്യുന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ പറയുന്നത്. ദറ്റ് ഈസ് ദ ലേണർ വിൽ ഡു ദ ടാസ്ക് ഈവൻ ഇൻ ദ സ്ലീപ്പ്. അയാൾ എന്താവും, ഉറക്കത്തിലാണെങ്കിലും അയാൾ ആ ടാസ്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഈസ് ടേംഡ് ഓവർ ലേണിംഗ്. ഈ ലാസ്റ്റ് സ്റ്റേജിനെയാണ് ഓവർ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലേണിംഗ് കർവിൻ്റെ 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു.